അള്ളാഹുവിന്റെ ചോദ്യം വന്നു, നിങ്ങളിലെ മുതലാളിമാർ അങ്ങനെ സത്യം ചെയ്തു പറയരുത്, നിങ്ങൾ മാപ്പ് ചെയ്യണം, നിങ്ങൾക്ക് അള്ളാഹു മാപ്പ് ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? സിദ്ദീഖ് ധരിച്ചുപോയി, യാ അല്ലാഹ് ബലാ വല്ലാഹി യാ റബ്ബനാ നുഹിബ്ബു അൻ യുഗ്ഫറ ലനാ. ഉണ്ട് റബ്ബേ, ഉണ്ട് അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പ് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് റബ്ബേ, ഞങ്ങൾക്ക് മാപ്പ് തരണം. സിദ്ദീഖ് തങ്ങൾ പറയുന്നു, ഇനി മുതൽ എൻ്റെ മരണം വരെ എത്രയാണോ ഞാൻ മിസ്തഹിന് കൊടുത്തുകൊണ്ടിരുന്നത്, ജീവിത ചെലവിന് ദിവസേന കൊടുത്തിരുന്ന അന്നവും വെള്ളവും വെളിച്ചവും എന്തോ എല്ലാം എൻ്റെ മരണം വരെ ഞാൻ തുടരും. എൻ്റെ മനസ്സിൽ വേദനയുണ്ട്, പക്ഷേ അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് അള്ളാഹുവിനെയാണ് അനുസരിക്കേണ്ടത്. അല്ല പറഞ്ഞില്ലേ പുറത്തു കൊടുത്തൂടെ എന്ന്, ഞാൻ പുറത്തു കൊടുത്തു. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ? അള്ളാഹു മാപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ മാപ്പ് ചെയ്യാൻ സാരമില്ല. ഏതെങ്കിലും ഒരു പ്രശ്നം നടക്കാൻ ഒരു കോംപ്രമൈസ് ചെയ്യണം, അള്ളാഹുവിന് ഇഷ്ടമാണോ മസ്ലഹത്താണ്, എന്നാൽ പിന്നെ അതാവട്ടെ എന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെ ഈമാൻ പ്രകടിക്കുന്നത്, അവിടെയാണ് നമ്മുടെ ഈമാൻ പ്രതിഫലിച്ചു വരുന്നത്. ഒരു കല്യാണം നടക്കുന്നു. ഉഖ്ബത്ത് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. ഇഹാബ് ബിനു അസീസ് എന്ന് പറയുന്ന ഒരാളിന്റെ മകളെ. ഉഖ്ബത്ത് ബിനുൽ ഹാരിസ് എന്നവർ ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. കല്യാണം കഴിച്ചു ഇഹാബ് ബിനു അസീസ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയുടെ മകളെ. കല്യാണം കൂടെ കഴിഞ്ഞപ്പോ ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, ഉഖ്ബ, നിങ്ങൾക്കും നിങ്ങൾ കല്യാണം കഴിച്ച പെൺകുട്ടിക്കും ഞാൻ മുലപ്പാല് തന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ രണ്ടുപേരും റളാഅത്തിലുള്ള സഹോദര സഹോദരിമാരായി. മുലകുടി ബന്ധം എന്ന് പറയുന്നത് കൊച്ചുപ്രായത്തിൽ 2 വയസ്സിൽ താഴെ പ്രായമുണ്ടായിരിക്കെ ഒരു കുഞ്ഞിന്റെ വിശപ്പടങ്ങാൻ മാത്രമുള്ള അളവിൽ ഒരു കുഞ്ഞിന് ആരെങ്കിലും ഒരു ഉമ്മ പാല് കൊടുത്താൽ ഖംസു റളാഅത്തിൻ എന്ന് പറയും, 5 തവണയായി 5 നേരത്തെ പാല് കൊടുത്താൽ, ഒരു കുഞ്ഞിന് വിശപ്പടക്കാവുന്ന തരത്തിൽ പാല് കൊടുത്താൽ ആ കുഞ്ഞ് ഈ ഉമ്മയുമായി സ്വന്തം മകന്റെ ബന്ധമാണ്. അതുകൊണ്ട് പറഞ്ഞു, ഉഖ്ബത്ത് ബിനുൽ ഹാരിസേ, നിങ്ങൾക്കും ഇഹാബ് ബിനു അസീസിന്റെ മോൾക്കും പുതിയാപ്പിളക്കും പുതിണ്ണിനും ഞാൻ പാല് തന്നിട്ടുണ്ട്. പക്ഷെ ആ സ്വഹാബിക്ക് അറിയാം ഈ ഉമ്മ വെറുതെ വടായി പറയാണ്, അത് ശരിയല്ല, കല്യാണം മുടക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നറിയാം. അവരല്ലാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കല്യാണം കഴിഞ്ഞപ്പോഴാ പറയുന്നത്, ഞാനും എൻ്റെ പുതിയ പെണ്ണും എൻ്റെ പുതുനാരിയും എൻ്റെ മണവാട്ടിയും സഹോദരനാണത്രേ, മുലപ്പാല് ബന്ധമുണ്ടത്രേ ഒരു ഉമ്മക്ക്. നബിയെ, ഞാൻ എന്തു ചെയ്യണം? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബിനെ കാണാൻ വേണ്ടി മദീന വരെ ദൂരങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ഒന്നും പറഞ്ഞില്ല. കൈഫ വഖദ് ഖീൽ, എന്ത് ചെയ്യാനാ, അങ്ങനെ പറഞ്ഞില്ലേ, അത്രേ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് അവർ പാല് തന്നിട്ടുണ്ടോ ഇല്ലേ എന്ന ചരിത്രമോ അതിൻ്റെ ഡയറിയോ എടുത്ത് പരിശോധിക്കാൻ ഇനി കഴിയില്ല. കൈഫ വഖദ് ഖീൽ, അങ്ങനെ ആ പെണ്ണ് പറഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ ഇത് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഇത് മാത്രം പറഞ്ഞപ്പോൾ സ്വഹീഹുൽ ബുഖാരിയിലുള്ള സംഭവമാണിത്. മഹാനായ ഉഖ്ബ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ ത്വലാഖ് ചൊല്ലുകയും വേറെ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യുകയും ചെയ്തു. എന്ത്? കൈഫ വഖദ് ഖീൽ, ഹബീബിന്റെ ഒരൊറ്റ വാക്കാണ് കൈഫ വഖദ് ഖീൽ. എന്ത് ചെയ്യാനാ, പറയപ്പെട്ടു പോയില്ലേ. ഖദ് ഖീല മാ ഖീല ഇൻ സുദ്ഖൻ വ ഇൻ കദിബ ഫമഅ്തിദാറുക മിൻ ഖൗലിൻ ഇദാ ഖീല. സത്യാണെങ്കിലും നുണയാണെങ്കിലും പറയപ്പെട്ടു കഴിഞ്ഞില്ലേ, എന്നാ പിന്നെ അത് നിങ്ങൾക്ക് കൊണല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞതുപോലെ മഹാനായ ഉഖ്ബ തങ്ങൾ മനസ്സിലാക്കി. പിന്നെ അവിടെ ചിന്തയില്ല, പിന്നെ അവിടെ തർക്കിക്കാൻ പോകുന്നില്ല, പിന്നെ ഉമ്മാനെ വിളിക്കാൻ പോകുന്നില്ല, വാപ്പയെ വിളിക്കാൻ പോകുന്നില്ല. ഈ പെണ്ണ് പറഞ്ഞ സത്യാണോ അല്ലേ? പുണ്യ നബി പറഞ്ഞു കൈഫ വഖദ് ഖീൽ. സുഹാബിമാർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും തെരഞ്ഞെടുത്തു. അതാണ് അത്ഭുതം. അള്ളാഹുവിന്റെ ഹബീബിന്റെ സുഹാബിമാർ ഉഹദ് യുദ്ധം കഴിഞ്ഞ് ക്ഷീണിച്ചു കിടക്കുകയാണ്. ആ സമയത്താണ് ഉഹദിൽ മുറിവേറ്റ് കിടക്കുന്ന 100 കണക്കിന് സുഹാബിമാരുണ്ട്. ഉഹദ് മുസ്ലിമീങ്ങൾക്ക് അവസാനം പരാജയമായി മാറിയിരുന്നു. ഒരൊറ്റ കാരണമാണ് അതിന് അള്ളാഹു കണ്ടത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഇത്തിബാഴ് പരിപൂർണമായി ചെയ്യാൻ അവർ തയ്യാറായില്ല, അല്ലെങ്കിൽ വീഴ്ച പറ്റിപ്പോയി. റുമാത്തിനോട് അമ്പെയ്ത്ത് ചെയ്യുന്ന അമ്പെയ്ത്തുകാരോട്, ആർച്ചേഴ്സിനോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ആ കുന്നിന്റെ മുകളിൽ നിന്ന് ഞാൻ പറയാതെ ഇറങ്ങി വരരുത്. സുഹാബിമാർ വിചാരിച്ചു യുദ്ധം അവസാനിച്ചുവെന്ന്. അവരിറങ്ങി വന്നു.
ആ തക്കത്തിലാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം വന്ന് പരാക്രമണം നടത്തുന്നു. സ്വഹാബിമാരിൽ 70ഓളം സ്വഹാബിമാർ ഷഹീദാവുന്നു. അതിൽ ഒരുപാട് പേർ ഹാഫിളീങ്ങളായിരുന്നു. പുണ്യ നബിയുടെ മുൻപല്ലിന് പൊട്ടുവരുന്നു, അവിടുത്തെ മുഖത്ത് കീറുവരുന്നു, അവിടുത്തെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകുന്നു. ഇതെല്ലാം സംഭവിച്ചത് വിശുദ്ധമായ ഉഹദിന്റെ മണ്ണിലാണ്. അള്ളാഹുവിന്റെ ഹബീബിന് പിറ്റേന്ന് രാവിലെ ഹംറാ ഉൽ അസദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സ്വഹാബിമാരെ കൂട്ടിപ്പോവേണ്ടതുണ്ട്. അവിടെ ഒരു ഭീഷണി നേരിടേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബിമാരെ വിളിച്ചു. അവരാരും പറഞ്ഞില്ല, നബിയേ ഇന്നലെയല്ലേ ഉഹദ് കഴിഞ്ഞത്, ആ ഉഹദിന്റെ മുറിവ് മാറിയിട്ടില്ലല്ലോ നബിയെ, ഉഹദിന്റെ വേദന മാറിയിട്ടില്ലല്ലോ നബിയെ, ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ പോരേണ്ടതുണ്ടോ എന്ന് പോലും അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കാതെ ഹംറാഉൽ അസദ് എന്ന് പറയുന്ന മദീനയുടെ പുറത്തേക്ക് ദൂരത്തേക്ക് യാത്ര പോയ സ്വഹാബിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തിയിട്ടുണ്ട്. സൂറത്തു ആലി ഇംറാൻ, الذين استجابوا لله والرسول من بعد ما أصابهم القرح للذين أحسنوا منهم واتقوا أجر عظيم الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم. ആരൊക്കെയാണോ അല്ലാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം കൊടുത്തത്, അല്ലദീന ഇസ്തജാബൂ ലില്ലാഹി വറസൂൽ, അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞതിന് ഉത്തരം കൊടുത്തവരാരോ എന്ന് പറഞ്ഞാൽ അല്ലാഹുവും അവന്റെ റസൂലും നമുക്ക് അരുതെന്ന് പറഞ്ഞത് എനിക്ക് വേണ്ട എന്ന് പറയുന്നവരാരോ. നമുക്കിപ്പോൾ യുദ്ധത്തിന് പോകേണ്ട വിളിയാളൊന്നുമല്ല, നമ്മളോട് മയക്കുമരുന്ന് ഉപയോഗിക്കല്ലേ എന്ന് അല്ലാഹുവും അവന്റെ റസൂലും പറയുന്നു അല്ലേ. നമ്മുടെ മക്കളോട് പറയുന്നു, നിങ്ങൾ ഡ്രഗിനടിമകളായി പോവരുത്, നിങ്ങൾ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് അടിമകളായി മാറരുത്, സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് അടിമകളായി മാറരുത്, അള്ളാഹുവിനെ സൂക്ഷിക്കണമേ. നമുക്കത് അതിന് മറുപടി എടുക്കാൻ പറ്റുന്നുണ്ടോ? الذين استجابوا لله والرسول من بعد ما أصابهم القرح, ചോര ഒലിക്കുന്ന മുറിവുണ്ടായതിന് ശേഷം, ഉഹദിലെ യുദ്ധത്തിന് ശേഷം ചോര ഒലിക്കുന്ന മുറിവുണ്ടായിരുന്നതിന് ശേഷം ഹംറാഉൽ അസദിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആ മുറിവുകളോടെ പോയ സ്വഹാബിമാർ, അവരെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ലില്ലദീന അഹ്സനൂ മിൻഹും വത്തഖൗ അജ്റുൻ അദീം. ആ നന്മകൾ ചെയ്തവർ, അള്ളാഹുവിനെ ഭയപ്പെട്ടവർ, അവർക്ക് അള്ളാഹു വലിയ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ചെറുതല്ല, അത് അള്ളാഹു അറിയുന്നുണ്ട്. അതിനുള്ള തൻ്റെ ഇടമാണ് അള്ളാഹു നമ്മളോട് ഇപ്പോൾ ചോദിക്കുന്നത്. യുദ്ധത്തിന് പോകാനല്ല വിളിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതനുസരിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥിനികൾക്ക് അതിന് സാധിക്കുന്നുണ്ടോ? ലില്ലദീന അഹ്സനൂ മിൻഹും വത്തഖൗ അജ്റുൻ അദീം. ജനങ്ങൾ ഒന്നാകെ അവരെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, നിങ്ങൾ ശത്രുക്കളെ പേടിച്ചേക്കണമേ, അവർക്ക് വലിയ കഴിവുണ്ട്, അവർക്ക് ആയുധമുണ്ട്, അവർക്ക് ശക്തിയുണ്ട്, അധികാരമുണ്ട്, നിങ്ങൾ അവരെ പേടിക്കണം എന്ന് ഇവരോട് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാനാ, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അവർ പേടിച്ചു പോവുകയല്ല ചെയ്തത്. ശരിക്കാലോചിക്കണം. ഇന്നന്നാസ ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങളെ ഒന്നാകെ തുരത്തി ഓടിക്കാൻ ജനങ്ങൾ എന്നാകെ ഒറ്റക്കെട്ടായി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്കെന്ത് പേടിക്കാൻ? അവരൊന്നും രാജ്യദ്രോഹം ചെയ്തവരല്ലല്ലോ, അവരാരും കുറ്റകൃത്യം ചെയ്തവരല്ല, അവർ അല്ലാഹുവിനെ വിശ്വസിച്ചവരല്ലേ, എന്ത് പേടിക്കാൻ? ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. വഖാലൂ, അവരൊന്നാകെ ഒരു വാക്ക് പറഞ്ഞു, ഏറ്റു പറയുക, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. പറഞ്ഞോളൂ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ,
ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വകീൽ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കപ്പെടാൻ എത്രയും മതിയായവൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത് എന്നാണ് ശത്രുക്കളുടെ പേര് പറഞ്ഞ് അവരുടെ സംഘബലം പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ സ്വഹാബിമാർ പറഞ്ഞത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്നാണ്. എന്താണ് സംഭവിച്ചത്? ഫൻഖലബൂ ബിനിഅമതിൻ മിനല്ലാഹ്, അവരുടെ ശത്രുക്കൾ ആർക്കും അവരെ തൊടാൻ കഴിഞ്ഞില്ല. അവർ അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ടാണ് തിരിച്ചു പോന്നത്. വഫളുലിൻ, അവർക്ക് അല്ലാഹു ഔദാര്യവും വിജയവും കൊടുത്തു. ലം യംസസ്ഹും സൂ, ഒരു തരത്തിലുമുള്ള പ്രയാസവും അവർ കേൾക്കേണ്ടി വന്നില്ല. വത്തബഉ റിദ്വാനല്ലാഹ്, എന്തേ കാരണം എന്നറിയോ? അവർ അല്ലാഹുവിന്റെ ഇഷ്ടം പിൻപറ്റിയവരാണ്. അള്ളാഹ്ക്കത് ഇഷ്ടല്ലേ, എനിക്ക് വേണ്ട എന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കില്ല എന്ന് പറയാൻ കഴിയണം. സ്വന്തം കൂട്ടുകാരനത് തരുമ്പോഴെങ്കിലും കണ്ടാലെങ്കിലും എനിക്കത് വേണ്ട എന്ന്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് എനിക്ക് വേണ്ട. അള്ളാഹുവിന്റെ തൃപ്തിയെ പിൻപറ്റിയവരാണവർ. അള്ളാഹു വലിയ ഔദാര്യം നൽകുന്നവനാണല്ലോ. ഇങ്ങനെ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തിരുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾ, ബദർ യുദ്ധം നടക്കുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫായി നിൽക്കുന്ന ബദറിലെ സ്വഹാബികളോട് നോക്കി പറയുന്നു, ഖൂമൂ ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം പ്രപഞ്ചത്തോളം വിശാലമായ സ്വർഗത്തിലേക്ക് എഴുന്നേൽക്കൂ സ്വഹാബികളെ. യുദ്ധം ആരംഭിക്കുകയാണ്. പക്ഷെ എത്ര പെട്ടെന്നാണ് 60, 70, 80 കഴിഞ്ഞു പോയത് എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര പെട്ടെന്നാണ് ലൈഫ് അവസാനിക്കുന്നത്. പൂതി തീരാതെയാണ് മനുഷ്യൻ ഇവിടെ നിന്ന് മരിച്ചു പോകുന്നത്. 70 കഴിഞ്ഞാലും 80 കഴിഞ്ഞാലും പൂതി തീർന്നിട്ടില്ല. മരിക്കുമെന്ന് ഒരിക്കലും തോന്നുന്നു പോലുമില്ല. പുണ്യ നബിയുടെ വഫാത്ത് നടക്കുന്ന 63-ാമത്തെ വയസ്സിലാണ്, അല്ലേ? 63 അറബ് മാസത്തിൽ കണക്ക് കൂട്ടുമ്പോൾ 63 പുണ്യ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പ്രായമാകുമ്പോഴെങ്കിലും ഇന്നത്തെ ഈ രാത്രിയിലോ ഈ പകലിലോ എനിക്ക് മരണം സംഭവിക്കാമെന്ന് നമുക്ക് ഉറപ്പിച്ചു പോലും മനസ്സുകൊണ്ട് പറയാൻ തോന്നുന്നില്ല. എന്തേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാനിപ്പോൾ മരിക്കാനൊന്നും ആയിട്ടില്ലല്ലോ. അള്ളാഹു മരണമില്ലാതെ മനുഷ്യനെ ആനന്ദത്തിന്റെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇത് പരീക്ഷ നടക്കുന്ന ആലയമാണ്, പരീക്ഷണാലയമാണ്. ഇവിടെ അള്ളാഹു മനുഷ്യന് നന്മതിന്മകൾക്ക് പ്രതിഫലം നൽകുന്ന ആലമുൽ ജസായിലേക്ക് കൊണ്ടുപോകാനിരിക്കുന്നു. ഇത് ആലമുൽ അമലാണ്, ഇത് കർമ്മത്തിന്റെ ലോകമാണ്. ഇവിടെ വിചാരണയില്ല, നാളെ കർമ്മമില്ല, നാളെ വിചാരണയാണ്. ഖൂമൂ ഇലാ ജന്ന, സ്വഹാബികളെ എഴുന്നേറ്റോളൂ, സ്വർഗത്തിലേക്ക് എഴുന്നേൽക്കുകയല്ലേ, എഴുന്നേറ്റോളൂ സ്വർഗത്തിലേക്ക്. ഏതാണ് സ്വർഗം? അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമാണ്, പ്രപഞ്ചത്തോളം വിശാലമാണ് സ്വർഗം. അതിന് നീളെത്രയാന്ന് പറഞ്ഞില്ലേ, വീതിയെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നീളം എന്തായിരിക്കും? വീതി ഇത്രയാണെങ്കിൽ പിന്നെ നീളം എന്തായിരിക്കും? അപ്പോഴാണ് മഹാനായ സ്വഹാബി ഉമൈർ റളിയല്ലാഹു അൻഹു ബഖിൻ ബഖിൻ യാ റസൂലല്ലാഹ്, ബഖിൻ ബഖിൻ, സന്തോഷം നബിയേ, സന്തോഷം, എനിക്ക് വലിയ സന്തോഷമായി. തങ്ങൾ ചോദിച്ചു, മാ ഹമലക അലാ ഖൗലി ബഖിൻ ബഖിൻ, സ്വർഗത്തിലേക്ക് എഴുന്നേൽക്കുമെന്ന് പറയുമ്പോഴേക്കും ഉമൈറേ സന്തോഷമായി എന്ന് പറയാൻ കാരണം എന്താണ്? ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ഇല്ലാ റജാഅൻ നകൂന മിൻ അഹ്ലിഹാ, നബിയേ ആ സ്വർഗത്തിലേക്ക് പോകുന്ന ആളായി മാറണം എന്ന കൊതിയുണ്ട് നബിയേ. ആ സന്തോഷം കൊണ്ട് പറയുകയാണ്. നമുക്ക് ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ കാണും, ചില ടാർഗറ്റുകൾ. ചിലർ പറയും, ഒരു പക്ഷേ എനിക്ക് മൈക്രോസോഫ്റ്റ് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ വേറെ ഏതെങ്കിലും ഒരു ഹൈ സാലറി ടോപ്പ് പേ കൊടുക്കുന്ന കമ്പനികൾക്ക് വർക്ക് ചെയ്യണം, ഗൾഫിലേക്ക് അവിടെ ഇന്ന കമ്പനികൾക്ക് വർക്ക് ചെയ്യണം, ഇന്ന സ്ഥാനത്തേക്ക് എത്തണം. ഒരു പെൺകുട്ടി വളരെ ചെറുപ്രായത്തിൽ, അന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ 18-19 വയസ്സേ കാണൂ. ഒരു 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 മുസ്ലിം കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി മൈക്കിൽ വന്നിട്ട് ഒരു ആഗ്രഹം പറഞ്ഞു പോയതാണ്. പറഞ്ഞത്, എനിക്കൊരു ലക്ഷ്യമുണ്ട്, സ്വർഗത്തിലെത്തണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ, അതിനുവേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ്, സ്വർഗത്തിലേക്ക് പോകണം. സ്വർഗത്തിലേക്ക് പോകണം എന്ന ലക്ഷ്യം, അതിലും മനോഹരമായൊരു ടാർഗറ്റ്, ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് എന്ത് സെറ്റ് ചെയ്യാൻ പറ്റും ലൈഫിൽ? സ്വർഗത്തിലേക്ക് പോകണം.
നമുക്കൊക്കെ അങ്ങനെ ഒരു ടാർഗറ്റ് വെച്ചുകൂടെ? വലിയ ലക്ഷ്യം സ്വർഗത്തിലെത്തണം എന്നതാണ്. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും. ഇവിടെ എന്ത് തലകുത്തി മറിഞ്ഞാലും, കോടികൾ കയ്യിൽ അള്ളാഹു നൽകിയാലും പിറ്റേ ദിവസം നമ്മൾ മരിക്കില്ലേ പോലും നമുക്കറിയില്ല. നമ്മൾ ഇട്ടേച്ചു കൊണ്ട് പോകേണ്ടവരാണ്. പക്ഷെ അവിടെ ഫനാ ഇല്ല, അവിടെ നാശമില്ല, അവിടെ മരണമില്ല, ഉറക്കം പോലും ഇല്ലെന്നാണ്. നബിയെ, എനിക്ക് കൊതിയുണ്ട് നബിയെ, സ്വർഗത്തിൻ്റെ അവകാശിയാവണമെന്ന്. സ്വർഗത്തിലേക്ക് പോകണം എന്നൊരു ലക്ഷ്യമായിരിക്കട്ടെ നമ്മുടെ കൂട്ടുകാരുടെ, നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ ലക്ഷ്യം അതായിരിക്കട്ടെ. സ്വർഗത്തിലേക്ക് എത്തണം. അതിനെന്തൊക്കെ ചെയ്യണം? അതിനാവശ്യമായതൊക്കെ പുണ്യ നബി പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാ റജാഅ അൻ നകൂന മിൻ അഹ്ലിഹാ. നബിയെ, സ്വർഗവാസികളിൽ പെടണം എന്ന ആഗ്രഹത്തോട് പറയുകയാണ്. ബഖിൻ ബഖിൻ ഫഇന്നക മിൻ അഹ്ലിഹാ. ഉമൈറേ, നിങ്ങൾ അവരിൽ പെട്ടവരാണ്. പറഞ്ഞു കിട്ടിയാൽ മതി. പുണ്യനബി പറഞ്ഞു, ഉമൈറേ, നിങ്ങൾ സ്വർഗാവകാശിയാണ്, നിങ്ങൾ സ്വർഗത്തിലെത്തും. അപ്പോഴാണ് തൻ്റെ തോൽപാത്രത്തിൻ്റെ കൂടെ വെച്ചിരുന്ന ഏതാനും ചില ഈത്തപ്പഴം, ഫഅഖ്റജ തമറാത്തിൻ, ഉണങ്ങിയ കാരക്കെടുത്തിട്ട്, അത് യുദ്ധത്തിന് ഇടയ്ക്ക് വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന 2-3 കാരക്കയുണ്ട്. ആ കാരക്ക കടിച്ച് തിന്നാൻ നിൽക്കുമ്പോൾ സ്വഹാബി പറഞ്ഞു, ഇന്നഹാ ലഹയാത്തുൻ ത്വീല. ഇത് കടിച്ചു തിന്ന് ചവച്ചരച്ച് ആ ഉണങ്ങിയ കാരക്ക ഒരു പദം വന്ന് ഞാൻ തൊണ്ടയിലേക്ക് ഇറക്കുമ്പോഴേക്കും ഏതാനും മിനിറ്റുകളാകും. അത് ഒരുപാട് നീളമുള്ള സമയമാണ്. ആ ഈത്തപ്പഴങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട്, ആ കാരക്ക വലിച്ചെറിഞ്ഞുകൊണ്ട് ഉമൈർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെയും സ്വഹാബികളുടെയും മുമ്പിൽ ബദറിലിറങ്ങി ഷഹീദാവുകയുണ്ടായി. ഇന്നക മിൻ അഹ്ലിഹാ. ഉമൈറേ, നിങ്ങൾ സ്വർഗാവകാശിയാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ثم قاتلهم حتى قتل എന്ന് സ്വഹീഹ് മുസ്ലിമിലുണ്ട് ഈ സംഭവം. അല്ലാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്തു. എന്തേ? ഒരൽപ്പ സമയം പോലും, ആ ഒരു ഈത്തപ്പഴം തിന്നാൻ എടുക്കുന്ന സമയം, സ്വർഗലോകത്തേക്ക് എത്താൻ എനിക്ക് താമസം വരുത്തും, പെട്ടെന്ന് പോയേക്കാം എന്ന് പറഞ്ഞു പോയ യാത്രയാണത്. ഇന്നഹാ ലഹയാത്തുൻ ത്വീല. അനാവശ്യമായ വർത്തമാനങ്ങൾക്കോ അനാവശ്യമായത് വായിക്കാനോ കാണുവാനോ ആയി നമ്മൾ ചെലവഴിക്കുന്ന മിനിറ്റുകളുടെ, സെക്കൻഡുകളുടെ, മണിക്കൂറുകളുടെ കണക്കെടുത്തു നോക്കിയാൽ മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട് പറഞ്ഞ വാക്ക് ഇന്നഹാ ലഹയാത്തുൻ ത്വീല. ഈ ഒരു 3 കാരക്ക ചവച്ചരക്കാൻ എടുക്കുന്ന സമയം ദീർഘമായ സമയമാണല്ലോ. ഞാനതിന് കാത്തു നിൽക്കുന്നില്ല, ഞാൻ ഓടുകയാണ്. ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. നമ്മുടെ കൈകളിലെ മൊബൈൽ ഫോണുകൾ ഒന്ന് താഴെ വെച്ച് 2 പേജ് ഖുർആൻ ഓതാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? നമ്മുടെ കൈകളിലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഓഫ് ചെയ്തിട്ട് അള്ളാഹുവിന് വേണ്ടി ഒരു ദിക്റ് ചൊല്ലാനോ, ഒരു 11 ഖുൽ ഹുവല്ലാഹു ഓതി ഒരു പാലസ്, ഒരു സ്വർഗ്ഗലോകത്തൊരു കൊട്ടാരം കിട്ടുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. സമയം കിട്ടുന്നുണ്ടോ സുഹൃത്തേ? ഇന്നഹാ ലഹയാത്തുൻ ത്വീല. എത്ര സമയമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയാൻ പോകുന്നത്? എവിടെയാണ് നീ ചെലവഴിച്ചത് എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ, നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ റബ്ബിൻ്റെ ക്യാപിറ്റലാണ് സമയം. അള്ളാഹു നമുക്ക് തന്ന മൂലധനമാണ് സമയം. ഈ ലോകം ഒരു കച്ചവടമാണ്. അത് മുഅ്മിനായ മനുഷ്യന് നല്ല കച്ചവടമാണ്, അല്ലാത്തവന് മോശപ്പെട്ട കച്ചവടമാണ്. ആ കച്ചവടത്തിന് അള്ളാഹു തന്നൊരു മുതലുണ്ട്, അത് സമയമാണ്. സമയമെന്ന മുതലിട്ടിട്ട് അള്ളാഹു നമ്മൾ കച്ചവടം ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹു ചോദിക്കും, എൻ്റെ സമയം നീ എവിടെയാണ് ചെലവഴിച്ചത് എന്ന്. അതുകൊണ്ട് മുഅ്മിനെ, കൊറോണ വന്നപ്പോഴൊക്കെ പേടിണ്ടായിരുന്നു, ആ പേടിക്ക് പോയി. ഖുർആൻ കപ്പൽ യാത്രക്കാരെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ നടുക്കടലിൽ പെട്ട് കോളിളക്കമുണ്ടാകുമ്പോൾ, കടലിൽ നിന്ന് രക്ഷ കിട്ടില്ല എന്ന് പേടിക്കുമ്പോൾ അവർ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ പേടിച്ചു ദുആ ചെയ്യും, അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ, ഒന്ന് കരക്കണിച്ചു തരണമേ. കരക്കണഞ്ഞു കഴിഞ്ഞാൽ മലൗ, പിന്നെ അവർ പോവാൻ. അങ്ങനെ ഒരു സംഭവമേ നടക്കാതിരുന്ന പോലെ. നമ്മളെ പറ്റിയല്ലേ പറഞ്ഞത്? ആലോചിച്ച് നോക്കി, നമ്മളെ പറ്റിയല്ലേ പറയുന്നത്? വലിയൊരു പ്രതിസന്ധിയിൽ ലോകം ശങ്കിച്ചു നിന്നൊരു നേരത്ത് നിന്ന് അല്ലാഹു നമ്മളെ കരകയറ്റിയപ്പോൾ അങ്ങനൊരു സമയം കഴിഞ്ഞു പോയതുപോലെ നമ്മൾ മറന്നുപോയി. മുൻ സമുദായങ്ങൾ അല്ലാഹു ഇങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ചില ആളുകൾ പാഠം പഠിക്കും, ചില ആളുകൾ എത്ര തവണ പരീക്ഷണങ്ങൾ വന്നാലും പാഠം പഠിക്കാതിരിക്കുകയാണ്. എത്ര വലിയ അപകടമാണത്. ഇന്നഹാ ലഹയാത്തുൻ ത്വീല. സമയത്തിന്റെ മൂല്യം കണ്ട് മനസ്സിലാക്കുന്നത്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, റഅയ്തു ഉമറ വഹുവ യൗമഇദിൻ അമീറുൽ മുഅ്മിനീൻ. അനസ് റളിയല്ലാഹു അൻഹു പറയട്ടെ,
ഞാൻ ഉമർ എന്നവരെ കാണുമ്പോൾ അന്നവർ അമീറുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ ഖലീഫയാണ്. വഖദ് റഖഅ ബൈന കത്ഫൈഹി ബിരിഖാഇൻ സലാസ്, ബഹുമാനപ്പെട്ടവരുടെ തോളിലുള്ള വസ്ത്രം 3 സ്ഥലങ്ങളിൽ തുന്നിപ്പിടിപ്പിച്ചത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനായി ജീവിക്കുമ്പോൾ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥയായിരുന്നത്. മഹാൻ പറയും, ഖലീഫയാകുമ്പോൾ തീർച്ചയായും മുഅ്മിനീങ്ങളുടെ ബൈത്തുൽ മാലിൽ നിന്ന്, മുസ്ലിമീങ്ങളുടെ പൊതു ഖജനാവിൽ നിന്ന് എനിക്കാവശ്യമുള്ള വസ്ത്രവും ഭക്ഷണവും എൻ്റെ കുടുംബത്തിൻ്റെ ചെലവിനുള്ളതും എനിക്കെടുക്കാൻ അധികാരമുണ്ട്. എന്നാൽ അല്ലാഹു പറയുന്ന പോലെ ഒരു ആദിലായ ഉമറാവാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്ന പേടിയുണ്ട്, എനിക്ക് ധൈര്യമില്ല. ഉമറേ, നിങ്ങൾക്കിതെടുക്കാൻ അവകാശമുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുകയാണെങ്കിൽ അതിനു മാത്രം അല്ലാഹു പറഞ്ഞ പോലെയുള്ളൊരു ഭരണം കാഴ്ചവെക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? അതുകൊണ്ട് ഞാൻ എത്ര പേടിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരുടെ ചുമലിൽ 3 ഇടങ്ങളിൽ തുന്നിപ്പിടിപ്പിച്ച കീറുകൾ ഉണ്ടായിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിനെ ഭയപ്പെട്ട ഒരു ഭയപ്പാടാണത്. ഇന്ന് അല്ലാഹു നമുക്ക് നൽകുന്ന ഭക്ഷണം, നമ്മുടെ വസ്ത്രം, വീടിലെ സൗകര്യങ്ങളെ, എത്രയൊക്കെ നമ്മൾ പാവങ്ങളാണെന്ന് പറഞ്ഞാലും അസാമിലെയോ ബംഗാളിലെയോ ബീഹാറിലെയോ നമ്മുടെ സഹോദരങ്ങളെപ്പോലെയൊന്നുമല്ലല്ലോ കേരളത്തിലെ വീടുകള്. വ്യത്യാസമുണ്ടല്ലോ. എത്ര നിഅമത്തുകളിലാണ് നമ്മൾ മതിമറന്ന് ജീവിക്കുന്നത്. എന്നിരുന്നാൽ പോലും അനാവശ്യങ്ങളും ധൂർത്തുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അള്ളാഹുവിന് ഇത് ഇഷ്ടമാകുമോ എന്ന് നമ്മുടെ ഇടപെടലുകളിൽ ചിന്തിക്കുന്നുണ്ടോ? കല്യാണം നടന്നു കഴിയുമ്പോൾ ആളുകളൊക്കെ വന്ന് ചോദിക്കും, അല്ല പിന്നെ എന്തേ നടന്നത്, ഇന്നലെയൊക്കെ എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ പരിപാടികളായിരുന്നു, ഏതെല്ലാം തരത്തിലുള്ള മോശപ്പെട്ടത് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് നടന്നു, നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പൊ വാപ്പ പറയുന്നു, അത് മക്കള് ഏർപ്പാട് ചെയ്തതാ, നമുക്കൊന്നും പറയാൻ വയ്യല്ലോ. കാശ് കൊടുത്തത് നിങ്ങളാണോ? അതിൻ്റെ ബില്ല് പേയ്മെന്റ് ചെയ്യുന്നത് നിങ്ങളാണോ? അവിടുത്തെ പ്രശ്നങ്ങൾക്ക് സെറ്റിൽമെന്റ് ചെയ്യുന്നത് നിങ്ങളാണോ? എങ്കിൽ പിന്നെ നിങ്ങൾക്കതിനെ നിയന്ത്രിക്കാനുള്ള അധികാരവും ഉണ്ടാവേണ്ടതല്ലേ? കൈറൂരി വിടുകയാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ യുവതലമുറയോട് നല്ലൊരു സമാധാനത്തോടെ വളരെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന വിധം ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനെങ്കിലും നമുക്ക് സാധിക്കാതെ പോകുന്നുവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ പള്ളിയിൽ മഹാനായ അബൂ ലുബാബത്ത് ബിൻ അബ്ദുൽ മുൻദിർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ മദീനയുടെ ഒരു പള്ളിയുടെ തൂണിൽ സ്വന്തം ശരീരം പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. ആ കെട്ടിയത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം അള്ളാഹുവിൻ്റെ ഹബീബിനോടും അള്ളാഹുവിനോടും വേണ്ട വിധത്തിൽ അനുസരിക്കാൻ കഴിയാതെ പോയത്, എവിടെയോ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു അബദ്ധം. ആ അബദ്ധം അള്ളാഹുവേ നീ പുറത്തു തരുന്നത് വരെ ഞാൻ നിന്റെ പള്ളിയിൽ നിന്ന് പുറത്തു പോകില്ല റബ്ബേ, ഞാൻ ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞ് സ്വന്തം കൈകാലുകൾ മദീനയിലെ പള്ളിയുടെ തൂണിൽ പിടിച്ചു കെട്ടിയ ഒരു സ്വഹാബിയുണ്ട്, അബൂ ലുബാബത്ത് ബിൻ അബ്ദുൽ മുൻദിർ റളിയല്ലാഹു അൻഹു. എന്താണ് കാരണമെന്ന് പറയുന്നില്ല. അള്ളാഹു എനിക്ക് മാപ്പ് നൽകി എന്ന് പറഞ്ഞാലേ ഞാൻ ഇവിടുന്ന് കെട്ടഴിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാപ്പ് നൽകി എന്ന ആയത്തിറങ്ങിയപ്പോഴാണ് മഹാനായ സ്വഹാബി ഇവിടുന്ന് പോകുന്നത്. എൻ്റെ റബ്ബിനിക്ക് മാപ്പ് നൽകുന്നവരെ ഞാൻ ഈ പള്ളിയിൽ എന്നെ പിടിച്ചു കെട്ടുകയാണ്. ജുമുഅക്ക് ബാങ്ക് വിളിച്ച് ഖുത്ബ തുടങ്ങുമ്പോൾ പോലും 1ഉം 2ഉം സഫുകൾ പൂർത്തിയാവാതെ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്കൊന്ന് കയറി വന്നിരിക്കാൻ നമ്മൾ അമാന്തതയോ അല്ലെങ്കിൽ വൈമുഖ്യമോ അല്ലെങ്കിൽ മടിയോ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. കൊറോണ വന്ന കാലത്ത് ജുമുഅക്ക് കൂടാൻ പ്രയാസമുണ്ടായിരുന്ന കാലത്തെ അതേ മസ്അലയിൽ ഓടുകയാണ് ഇപ്പോഴും പല ആളുകളും. അത് അള്ളാഹുവിൻ്റെ ദീനിന്റെ ഷിആറാണ്. അതാരെങ്കിലും എടുത്തു കളഞ്ഞാൽ അവരുടെ കഴുത്തിൽ നിന്ന് അള്ളാഹു ദീനിന്റെ വട്ടക്കണ്ണിയാണ് എടുത്തു കളയുന്നത്. റിബഖത്തുൽ ഇസ്ലാം, ഈ ഉമ്മത്തിന്റെ പ്രത്യക്ഷമായ ഈ ഉമ്മത്തിന്റെ അടയാളമാണ് നമ്മുടെ ജുമുഅ നിസ്കാരങ്ങള്, നമ്മുടെ ജമാഅത്തുകള്. അള്ളാഹുവിൻ്റെ പള്ളിയിൽ വന്നിരുന്നു, റബ്ബേ നീ എനിക്ക് മാപ്പ് തന്നാലല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്ന് പറയുന്ന അബൂ ലുബാബ് റളിയല്ലാഹു അൻഹു നമ്മൾ പള്ളിയിൽ കയറി ഇമാം സലാം വിട്ടുമ്പോഴേക്കും ഇറങ്ങി ഓടുകയാണ്. നമുക്കവിടെ ഇരിക്കാനും തോന്നുന്നുണ്ടോ? ഇത് അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമാണ്. അള്ളാഹുവിനെ ഭയപ്പെടാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു മസ്ജിദ്. ആ മസ്ജിദിനുള്ളിൽ കിടന്ന് സുജൂദിൽ കിടന്ന് നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും പോയി പറയാനും കയറി ഇരിക്കാനും ഒന്ന് ഇരുന്ന് കരയാനും മസ്ജിദിനോളം മനോഹരമായൊരു വേറെ ഇടം ഇവിടെയുണ്ട് മുഅ്മിനേ നമുക്ക്.
അള്ളാഹുവിന്റെ മുമ്പിലേക്കല്ലാതെ എവിടേക്കാണ് നമുക്ക് ഓടിച്ചെല്ലാനുള്ളത്? റബ്ബിന്റെ മുമ്പിൽ ചെന്ന് 2 റക്അത്ത് ഇരുന്ന് ഒന്ന് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവേ ഒന്ന് മാപ്പ് തരണേ എന്ന് ചോദിക്കാൻ നമുക്ക് സമയം കുറവാണ്, നമുക്ക് സമയം കിട്ടുന്നില്ല. നമ്മൾ ഓടുകയാണ്, ഇങ്ങോട്ടെന്നില്ലാത്ത ഓട്ടം. എത്ര നിസ്കാരങ്ങൾക്ക് പിറകെ ദുആ ചെയ്യാതെ നമ്മൾ ഓടി. ആ ഓടിയത് കൊണ്ടൊക്കെ ഇപ്പൊ നമുക്ക് എന്ത് നേടാനായി? എന്താണ് നമ്മൾ നേടിയിരിക്കുന്നത്? ഇപ്പോ നേരെ മറിച്ച് നിസ്കാരം കഴിഞ്ഞു ഒരു 5 മിനിറ്റെങ്കിലും സുബ്ഹാനല്ലാഹി 33, അൽഹംദുലില്ലാഹി 33, അല്ലാഹു അക്ബർ 33 ചൊല്ലി ഒരു 10 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്രയാണെന്നറിയുമോ? നമ്മൾ എത്രയാ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അത് കഴിഞ്ഞ് ഇമാമിന്റെ ഒരു പ്രാർത്ഥന, വദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ, എല്ലാ ഫർള് നിസ്കാരത്തിന്റെ പിറകിലുള്ള പ്രാർത്ഥനക്കും ഉത്തരമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ? ഇമാമു ദുആ ഇറക്കുമ്പോൾ ആമീൻ പറയാൻ വരെ നമുക്ക് തിരക്കില്ലെങ്കിലും അവിടെ ഇരുന്നു കൂടായിരുന്നു. അല്ലാഹുവേ നീ എനിക്ക് മാപ്പ് തരുന്നവരെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് പറയുന്ന ഒരു സ്വഹാബിയെ നമ്മൾ പഠിക്കുമ്പോഴാണ് അവരുടെ രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. എത്ര സമയമാണ് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ അല്ലാഹുവിന് വേണ്ടി മസ്ജിദിൽ ഇരിക്കുന്നത്? ജുമുഅയാവട്ടെ, സാധാരണ ദിവസങ്ങളാവട്ടെ, സന്തോഷത്തോടെ അല്ലാഹുവിന്റെ വീട്ടിൽ കയറിയിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇറങ്ങി ഓടാൻ തോന്നുകയാണല്ലേ? അത് പിശാചല്ലേ നമ്മളെ പ്രേരിപ്പിക്കുന്നത്? അതിനല്ലേ നമ്മൾ ഉത്തരം കൊടുത്തത്? അവന് നമ്മളെ പിടിച്ച് പള്ളിയുടെ പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ എന്താണ് നേടിയത്? ഇവിടെ നഷ്ടപ്പെട്ട ഫളുകളെക്കാളും വലുത് നമുക്ക് അവിടെ നിന്ന് കിട്ടാനുണ്ടായിരുന്നോ? തിരക്കുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മെഡിക്കൽ അപ്പോയിന്റ്മെന്റിന് പോകുന്നവരെ കുറിച്ചല്ല, യാത്രക്കാരെ കുറിച്ചല്ല. കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, എന്നാൽ ഒരു നിസ്കാരം കഴിഞ്ഞ് 10 മിനിറ്റെങ്കിലും അല്ലാഹുവിന്റെ ഹളറത്തിൽ ഇരിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് എത്ര വലിയ ദൗർഭാഗ്യകരമാണ്. മഹാനായ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു അവരുടെ ഒരു തോട്ടം അല്ലാഹുവിന് വിട്ടുകൊടുക്കുകയാണ്. ഫീഹി 600 നഖ്ല, ആ തോട്ടത്തിൽ 600 ഈത്തപ്പനകൾ ഉണ്ടായിരുന്നു. 600 തെങ്ങ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ഏക്കർ വരും? പഴമക്കാർക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ. 600 തെങ്ങുണ്ടെങ്കിൽ എത്ര ഏക്കർ സ്ഥലം ഉണ്ടാവും? ഒരു ഏകദേശം ഒരു 5 ഏക്കറൊക്കെ ഉണ്ടാവോ? അതിന് മേലുണ്ടാവും. 10 ഏക്കറൊക്കെ വരൂലേ? 600 തെങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 ഏക്കർ സ്ഥലം എന്ന് ആലോചിച്ച് നോക്കി. 10 ഏക്കർ സ്ഥലം അബൂ ദഹ്ദാഹ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന് വിട്ടുകൊടുക്കുകയാണ്. ഒരായത്തിറങ്ങിയത് അതിന് കാരണം നമ്മൾ മനസ്സിലാക്കണം. ദീൻ അവര് മനസ്സിലാക്കിയത് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന് കൊടുക്കുന്നത് വരെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന് നൽകുന്നത് വരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പുണ്യം കിട്ടുക സാധ്യമല്ല. ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന് കൊടുക്കണം. സ്വഹാബിമാർ പലതും കൊടുത്തു. ബൈറുഹ എന്ന തോട്ടം കൊടുത്തവരുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു സമ്മാനം കൊടുത്തതുണ്ട്, സംഭാവന കൊടുത്തതുണ്ട്. അബൂ ദഹ്ദാഹ് റളിയല്ലാഹു തആല അൻഹു കൊടുത്തു 600 ഈത്തപ്പനകളുള്ള 10 ഏക്കറോളം അതിലേറെ വരുന്ന സ്ഥലം അല്ലാഹുവിന്റെ റസൂൽ വിട്ടുകൊടുത്തു. അത് വായെന്ന് വീണതേ ഉള്ളൂ. ഉമ്മു ദഹ്ദാഹ് റളിയല്ലാഹു അൻഹ അവിടുത്തെ കുട്ടികളെയും കൊണ്ടുവന്ന് ആ തോട്ടത്തിൽ ഇരിപ്പുണ്ട്. സ്വന്തം ഭാര്യയും കുട്ടികളും അവിടെ ഉണ്ട്. മഹാനായ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലാണ് ആ പറയുന്നത്, നബിയേ ഞാനത് അല്ലാഹുവിന് വിട്ടു തന്നു. നമ്മുടെ പള്ളികൾക്കൊക്കെ എത്ര വഖഫ് ഉണ്ടായിരുന്നു മുമ്പ്? ഒരു തെങ്ങ് ഒരാളെ വക, 2 തെങ്ങ്, 5 തെങ്ങ്, 1 ഏക്കർ, 1/2 ഏക്കർ. നമ്മുടെ മസ്ജിദുകളുടെയൊക്കെ ഖബർസ്ഥാനുകളൊക്കെ ഓരോരുത്തർ കൊടുത്ത സംഭാവന വഖഫല്ലേ? നമ്മുടെ മുൻഗാമികൾ കൊടുത്തത്. പിൻഗാമികൾ ആ കണക്കിന് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മുൻഗാമികൾ കൊടുത്ത കണക്കിന് അല്ലാഹു നമുക്ക് തന്ന നിഅമത്തനുസരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് വഖഫ് കിട്ടുന്നുണ്ടോ പള്ളിക്ക്? വളരെ കുറവല്ലേ? അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പുണ്യ നബിയുടെ സദസ്സിൽ നിന്ന് ഓടി വന്നുകൊണ്ട് പറഞ്ഞു, തോട്ടത്തിന്റെ വാതിൽക്കൽ നിന്നിട്ട് പറഞ്ഞു, ഉള്ളിൽ കടന്നില്ല. യാ ഉമ്മ ദഹ്ദാഹ്
ഉമ്മുദ്ദഹ്ദ കുട്ടികളെയും കൊണ്ട് ഇറങ്ങി വരൂ, ഇത് അള്ളാഹുവിന് ഞാൻ കൊടുത്തു കഴിഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെതാണ്, ഇതിലുള്ളത് നീയോ കുട്ടികളോ ഇനി തിന്നരുത്, ഇത് പുണ്യനബിക്ക് ഞാൻ അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് മഹാനായ അബൂദ്ദഹ്ദ റളിയല്ലാഹു അൻഹു വിളിക്കുമ്പോൾ ഉമ്മുദ്ദഹ്ദ ചോദിച്ചില്ല, എന്നാ എനിക്ക് കുട്ടിയുടെ പേരിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് പോരായിരുന്നോ എന്ന് ചോദിച്ചില്ല. കുട്ടികളുടെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മുദ്ദഹ്ദ റളിയല്ലാഹു അൻഹു ആ മക്കളുടെ കയ്യിലെ ഈത്തപ്പഴം പോലും അവിടെ പിടിച്ചെടുത്ത് അവിടെ തന്നെ ഇട്ട് കൊടുത്തുകൊണ്ട് മക്കളുടെ കൈ പിടിച്ചു ഓടി തോട്ടത്തിൽ നിന്ന് പുറത്തു വരികയാണ് ഉമ്മുദ്ദഹ്ദ റളിയല്ലാഹു അൻഹാ. എന്തേന്നറിയോ? അള്ളാന്റെ വാക്കാണെന്ന് അവർക്ക് ഉറപ്പാണ്, അള്ളാഹുവിന്റെ വചനമാണ് ഖുർആൻ എന്നവർക്കറിയാം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. അത് ഭാര്യയ്ക്കും അറിയാം, ഭർത്താവിനും അറിയാം. അള്ളാഹുവിന് കൊടുത്തതിൽ പിന്നെ ഒന്നും മറുത്ത് ചിന്തിക്കുക പോലും സാധ്യമല്ല. ഉമ്മുദ്ദഹ്ദാഹേ, ഞാൻ അള്ളാഹുവിന് കൊടുത്തു കഴിഞ്ഞ തോട്ടമാണിത്, ഇതിൽ നീയോ മക്കളോ കഴിച്ചേക്കല്ലേ, ഓടി പുറത്തേക്ക് വരണം, ഇത് അള്ളാഹുവിന് കൊടുത്തു കഴിഞ്ഞു. അവരതാ ഓടി വരുന്നു. ഇങ്ങനെ അള്ളാഹുവിന് അനുസരണ കാണിക്കാൻ മുഅ്മിനേ നമുക്ക് കഴിയുന്നുണ്ടോ? അള്ളാഹുവിന്റെ അവാമിറുകളല്ലേ, അള്ളാഹ് നമ്മളെ പടച്ചവനല്ലേ, ഖാലിഖ് റബ്ബാണെങ്കിൽ ആമിറും നാഹിയും അള്ളാഹുവാൻ, കൽപ്പിക്കുന്നവനും നിരോധിക്കുന്നവനും അള്ളാഹു തന്നെയാണ്. നമുക്കത് അംഗീകരിക്കാൻ എന്താ പ്രയാസം? അബൂദർദാ റളിയല്ലാഹു അൻഹു, ഇപ്പൊ പറഞ്ഞ അബൂദ്ദഹ്ദ റളിയല്ലാഹു അൻഹു, ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ പറയുന്ന അബൂദർദാ റളിയല്ലാഹു അൻഹു സൈപ്രസിലേക്ക് ദീനിന്റെ വിജയഗാഥയുമായി കടന്നു വന്ന അബൂദർദാ റളിയല്ലാഹു അൻഹു. മെഡിറ്ററേനിയൻ കടലിലാണ് സൈപ്രസ് ഉള്ളത്. മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു ആ സൈപ്രസിലേക്ക് വിജയിച്ച് കയറി വരുമ്പോൾ അവിടെ ഒരു പാറയിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞിട്ടുണ്ട്. സ്വഹാബിമാർ ചോദിച്ചു, മാ യുബ്കീക യാ അബൂദർദാ, അബൂദർദാ നിങ്ങൾ എന്തിനാണ് ഈ കരയുന്നത്? ഇത് സന്തോഷിക്കേണ്ട നേരമല്ലേ, വിജയമല്ലേ നമുക്കുണ്ടായത്, കരയുകയാണോ എന്ന് ചോദിച്ചു അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട്. അന്നേരം മഹാനവറുകൾ പറഞ്ഞു, റതഉ ഫഗലബ്നാഹും, ഇവിടുത്തെ നാട്ടുകാർ സുഖാഡംബരത്തിൽ ജീവിക്കുകയായിരുന്നു, അതുകൊണ്ട് അല്ലാഹു അവരുടെ അധികാരം നമ്മുടെ കൈകളിലേക്ക് തന്നു കഴിഞ്ഞു. അവര് സുഖിക്കായിരുന്നു, തിന്നുകയാണ്, കുടിക്കുകയാണ്, ഭോഗിക്കുകയാണ്, വ്യഭിചാരമാണ്, മദ്യപാനമാണ് ഇവിടെയും. അങ്ങനെ മതിമറന്ന് ജീവിച്ചപ്പോൾ അല്ലാഹു നമുക്ക് അവരുടെ അധികാരം തന്നു. ഞാൻ പേടിക്കുകയാണ്, നമ്മളെ അല്ലാഹു ഇവിടെ കുടിയിരുത്തിയതിന് ശേഷം അവര് ചെയ്ത പോലെ നമ്മളും മടിയന്മാരായി, സുഖോലുപരായി, മദ്യപാനികളായി അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് മേൽ അള്ളാഹു നമ്മുടെ ശത്രുക്കൾക്ക് അധികാരം കൊടുക്കും. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ട ഒരു കാലം ഞാൻ ഓർത്തുപോവുകയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി മരിക്കാൻ കിടക്കുമ്പോൾ സ്വഹാബിമാർ അവരുടെ അരികത്തേക്ക് വന്ന് ചോദിച്ചു, അയ്യ ശൈഇൻ തശ്തകീ, എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ? എന്തെങ്കിലും ആവലാതികളുണ്ടോ? എന്തെങ്കിലും വിഷമമുണ്ടോ? ഒരാൾ മരിക്കുമ്പോ സംസാരിക്കാൻ കഴിയുന്ന ഒരു സമയം. അബൂദർദാ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്തെങ്കിലും പരാതിയുണ്ടോ? ഏതിനെങ്കിലും കുറിച്ചും നിങ്ങൾക്ക് പരാതിപ്പെടാനുണ്ടോ? ആവലാതി വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞൊരു മറുപടിയുണ്ട്, ദുനൂബി, എന്റെ തെറ്റുകളെ കുറിച്ചാണ് എനിക്ക് പേടി തോന്നുന്നത്. എന്ത് തെറ്റപ്പോ അവരൊക്കെ ചെയ്തിട്ടുണ്ടാവുക? ഒരു വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, സ്ക്രീനില്ല, ടച്ച് സ്ക്രീനില്ല, സിനിമാ പോസ്റ്റർ കാണുന്നില്ല, ഒരു ബഹളമില്ല. നല്ലൊരു കാലത്ത് ജീവിച്ച ആ മഹത്തുക്കൾ അവരെപ്പോഴും പേടിച്ചതാണ്. ദുനൂബി, എന്റെ തെറ്റുകളെ കുറിച്ചാണ് ഞാൻ പേടിക്കുന്നത്. അന്ന് കാലത്ത് ഒരു 70 വയസ്സ് വരെയൊക്കെ ജീവിച്ചാൽ ഒരു മനുഷ്യൻ കണ്ണുകൊണ്ട് വേണ്ടാത്തത് കാണുകയോ നോക്കുകയോ ചെയ്ത് കണ്ണുകൊണ്ട് ചെയ്യാൻ സാധ്യതയുള്ള മാക്സിമം തെറ്റുകൾ 60 വയസ്സിൽ വരെ, അത് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ 11 വയസ്സാകുമ്പോൾ ചെയ്യുന്നുണ്ടാവും. പിന്നെ കിട്ടുന്നതൊക്കെ ബോണസാണ്. അന്നത്തെ ഒരു 60 കൊല്ലത്തിൻ്റെത് ഇന്നത്തെ 10, 12, 13 വയസ്സുള്ള കുട്ടികൾ അവരുടെ കണ്ണുകളെ കൊണ്ട് അത്ര വലിയ തെറ്റുകൾ കാണാനുള്ള സാധ്യതയിലൂടെയാണ് നമ്മുടെ മക്കളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവർക്ക് തർബിയത്തും തസ്കിയത്തും നൽകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ.
അബൂദർദ, നിങ്ങൾക്ക് എന്താണ് വേവലാതിയുള്ളത്? അപ്പൊ പറഞ്ഞു, ദുനൂബി, എന്റെ തെറ്റുകളെ കുറിച്ചാണ് ഞാൻ പേടിക്കുന്നത്. അയ്യ ശൈഇൻ തശ്തഹി, നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ആഗ്രഹമുണ്ടോ? വെള്ളം വേണോ? ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടോ? അതൊക്കെ ഉണ്ടാവൂലേ? പ്രായമാകുമ്പോ ഉമ്മാക്ക് ഇഷ്ടമുള്ള ഒരു വിഭവമാണ്, അതുണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ വാപ്പാക്ക് ഇഷ്ടമുള്ളതാണ് ഈ വിഭവം, അത് വാപ്പാക്ക് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവൂലേ? അപ്പൊ പറയൂലേ, എന്നാ എനിക്ക് ഇച്ചിരി കഞ്ഞി തരും, അങ്ങനെ പറയില്ലേ? അല്ലെ വാപ്പ പറയുന്ന കട്ടൻ ചായ തരും, എന്താണോ അവർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞേക്കാം. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു സക്കറാത്തിൽ കിടക്കുമ്പോൾ പറഞ്ഞു, മഹാനോട് ചോദിച്ചപ്പോ, അയ്യ ശൈഇൻ തശ്തഹി, എന്തെങ്കിലും ആശ തോന്നുന്നുണ്ടോ, ആഗ്രഹം തോന്നുന്നുണ്ടോ? ഖാല അൽ ജന്നഹ്, സ്വർഗ്ഗമാണ് ഞാൻ ആശിക്കുന്നത്, സ്വർഗ്ഗമാണ് ഞാൻ ആശിക്കുന്നത്. യാ അല്ലാഹ്, അല്ലാഹു നമുക്കൊക്കെ അത് നൽകട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ ദീനിന്, നമ്മുടെ മഹല്ലിന്, നമ്മുടെ മസ്ജിദിന്, നമ്മുടെ പള്ളിക്ക്, നമ്മുടെ നാടിന് വേണ്ടി സേവനം ചെയ്ത് മരിച്ചുപോയ സർവ്വ മുഅ്മിനി മുഅ്മിനാത്തുകൾക്കും നമുക്കും നമ്മുടെ തലമുറകൾക്കും അല്ലാഹുവേ സ്വർഗം നൽകണേ റബ്ബേ, ജന്നത്തുൽ ഫിർദൗസ് നൽകണേ തമ്പുരാനെ. അവസാന നേരത്തെ ആഗ്രഹം പറയുമ്പോ എനിക്ക് സ്വർഗമാണ് വേണ്ടത് എന്ന് പറയാൻ നമ്മുടെ നാവിന് സാധിക്കണമെങ്കിൽ ആ ചിന്തയിൽ നമ്മൾ ജീവിച്ചിരിക്കണം. വില്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാർ കേട്ടിട്ടുണ്ടോ? നമ്മുടെ മസാല വേദമൊക്കെ പറഞ്ഞിരുന്ന വില്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാർ ഇപ്പോഴും ചിലപ്പോഴൊക്കെ വാട്സപ്പിലൊക്കെ വരും. മഹാന്റെ ചില ക്ലാസ്സുകളൊക്കെ നല്ല വടകര നാടൻ ഭാഷയിൽ വല്ലാത്ത പണ്ഡിതനാണ് കേട്ടോ, വല്ലാത്ത ആലിമാണ്, നാവിന് വലിയ അസറുള്ള മഹാനാണ്. അവരൊക്കെ ട്രോളുന്ന ചില വമ്പന്മാരുണ്ട്, ആഖിബത്ത് എന്താവും അറിയില്ല. ഉസ്താദിനെക്കാട്ടും വലിയ സുന്യാവാനൊക്കെ. ഞാൻ ഇന്ന് രാവിലെ ഉസ്താദിനെ സന്ദർശിച്ചു, സിയാറത്ത്. ഒരു വീട്ടില് അവര് വിശ്രമത്തിലാണ്, ഓർമ്മയൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, രാവിലെ ഒരു 11-12 മണി സമയത്ത് ഉസ്താദിന്റെ വീട്ടിൽ പോയിരുന്നു. ഓർമ്മയൊന്നുമില്ല, നമ്മൾ പറഞ്ഞാലൊന്നും ഉസ്താദിന് ഓർമ്മയൊന്നുമില്ല. പക്ഷെ ആ മഹാന്റെ നാവിലൂടെ വരുന്ന വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. അൽഹംദുലില്ലാഹ്, സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരട്ടെ എന്ന് പറയുന്നുണ്ട്. അല്ലാഹു നമ്മുടെ ആഖിർ കലാമിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കി തരട്ടെ. നടക്കാൻ വയ്യ, കൈ പിടിച്ചിട്ടാണ് ഇങ്ങനെ കൊലായിൽ കൊണ്ടുവന്ന് ഇരുത്തിയത്. അപ്പൊ ഞങ്ങൾ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു, ദ്വാരക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ ദ്വാ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ആലോചിക്കുക, നമുക്കൊക്കെ ശരീരത്തിൽ വലിയ അവശത വന്നാലേ, ക്ഷീണിച്ച് ശരീരത്തിന് ഒരു ബലമൊന്നും ഇല്ലാത്തൊരു സമയത്തെ നമ്മൾ പിച്ചുമ്പയും പറയില്ലേ, നമ്മൾ ചീത്ത വിളിക്കൂലേ, ദേഷ്യപ്പെടൂലേ? പക്ഷെ ആ മഹാന്റെ നാവിൽ നിന്ന് നല്ല വാക്കുകളല്ലാതെ ഒന്നും വരുന്നില്ല. അതൊരു നന്മയുടെ അടയാളമാണ്. ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. ഒരാളെ സ്ഥിരം കാണുന്ന ആളുകളെ കാണുന്ന എൻ്റെ കൂടെ ഉള്ളൊരു ആരാന്ന് പിന്നെ ചോദിക്കും. അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടെന്ന് പറയും. പിന്നെ ചോദിക്കും ആരാണ്. ചെറിയൊരു ബൈക്ക് ഒന്ന് അദ്ദേഹത്തെ തട്ടിയിരുന്നു. അങ്ങനെ ഒരു ആക്സിഡന്റ് ആയതിനു ശേഷം വിശ്രമത്തിലാണ്. അല്ലാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ഞാൻ ആലോചിച്ചു പോവുക, ആ പ്രായത്തിലൊക്കെ ഒരു ദുആയും ഒരു സ്വലാത്തും ഒരു ദിക്റൊക്കെ നാവിലൂടെ വന്നു കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ജീവിതകാലം ചെയ്തവർക്കേ അത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിച്ചുമ്പേയും ചീത്തവർച്ചിലൊക്കെ ആയിരിക്കും. പറയില്ലേ, വലിയമാക്ക് ഇപ്പോൾ ഓർമ്മയൊന്നുമില്ല, ഫുള്ള് ചീത്തവർച്ചിലാണ്, എന്താ പറയണമെന്ന് അറിയില്ല, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്തതാ പറയണത്, വാപ്പ പറയണത്, ഉമ്മ പറയണത് എന്ന് പറയില്ലേ? എന്തേ കാരണം എന്നറിയോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ല വാക്കുകളും നല്ല ചിന്തകളും കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ല വാക്കുകൾ. അബൂദർദാ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോ, ദുനൂബി, എന്റെ പരാതി, എന്റെ തെറ്റുകളാണ് എനിക്ക് വേണ്ടത്. അൽ ജന്നഹ്, അല്ലാഹുവിന്റെ സ്വർഗ്ഗമാണ്, എനിക്ക് സ്വർഗം വേണം എന്ന്. അൽ ജന്നഹ്, അവസാനത്തെ സംഭാഷണങ്ങളാണത്. ആലോചിച്ച് നോക്കി. അല്ലാഹുവിന് ആരാണ് നല്ല കടം കൊടുക്കാൻ തയ്യാറുള്ളത്? അവർക്ക് അല്ലാഹു ആ കടം ഏറെ തിരിച്ചു നൽകുന്നതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് 600 ഈത്തപ്പനകളുള്ള തോട്ടം കൊടുത്തത് അല്ലാഹുവിന്. അബൂദഹ്ദാഹ് റളിയല്ലാഹു അൻഹു എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അൽ ജന്ന, എനിക്ക് സ്വർഗം വേണം. യാ അല്ലാഹ്, അല്ലാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇസ്ലാം പരിപൂർണമാണ്, സമ്പൂർണമാണ്. ഒരു ജൂതൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അമീറുൽ മുഅ്മിനീനെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഉദ്ധരിച്ചിട്ടുണ്ട്.
യാ അമീറൽ മുഅ്മിനീന ആയത്തുൻ ഫീ കിതാബികും തഖറഊനഹാ. നിങ്ങൾ ഓതുന്ന ഒരു ആയത്തിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ലൗ അലൈനാ മഅ്ശറൽ യഹൂദി ഉൻസിലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. നിങ്ങളുടെ ഖുർആനിലെ ആയത്ത് ഞങ്ങൾ ജൂതന്മാർക്കാണ് അവതരിച്ചിരുന്നത് എങ്കിൽ ആ ദിവസം ഞങ്ങൾ പെരുന്നാളായി കൊണ്ടാടുമായിരുന്നു എന്ന് മഹാനായ ഉമർ തങ്ങളോട് ഒരു ജൂതൻ വന്ന് പറയുന്നു. നമുക്കൊന്ന് എഴുന്നേറ്റുന്ന സ്വലാത്തിൽ ഇരുന്നാലോ? കുറെ സമയമായില്ലേ, ബാക്കി പറയാം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കയ്യൊക്കെ ഒന്ന് പൊക്കി ഒന്ന് താഴ്ത്തി 2 പ്രാവശ്യമൊക്കെ ഒന്നൊന്ന് കുടഞ്ഞാൽ നല്ലൊരു റാഹത്ത് കിട്ടും. ഒരു ചെറിയ ഉന്മേഷം ഉണ്ടാവും. ചെറിയ ഉറക്കൊക്കെ ഉണ്ടെങ്കിൽ, വലിയ ഉറക്കുണ്ടെങ്കിൽ വരി പോയി ഉറങ്ങിക്കൊള്ളിട്ടാ. ചെറിയ ഉറക്കൊക്കെ ഇതുകൊണ്ട് പരിഹരിക്കാൻ പറ്റൂല്ലേ. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇപ്പൊ 10:30 ഇനിയിപ്പോ ഒരു മണിക്കൂറൊക്കെ പോവോ? നിങ്ങൾ നിൽക്കുവോ? തിരക്കിൻ്റെ പോയിക്കോട്ടോ. സമ്മതാണ്, അഡ്വാൻസ് സമ്മതാണ്. ചിലപ്പോൾ നേരത്തെ കടന്ന് ഉറങ്ങി ശീലമുള്ളവരുണ്ടാവും, നേരത്തെ മരുന്ന് കുടിക്കാനുള്ളവരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്, അതിനൊന്നും കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ്. ആയത്തുൻ ഫീ കിതാബികും. ഒരു ജൂതൻ വന്ന് ചോദിക്കുന്നു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട്, ഉമറേ, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളുടെ കിതാബിലെ ഖുർആനിലെ ഒരായത്ത് അതിറങ്ങിയത് ഞങ്ങൾ ജൂതന്മാർക്കായിരുന്നുവെങ്കിൽ ആ ആയത്തിറങ്ങിയ ദിവസം ഞങ്ങൾ പെരുന്നാളായി കൊണ്ടാടുമായിരുന്നു. തങ്ങൾ ചോദിച്ചു, ഏതായത്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. إن شاء الله إن شاء الله إن شاء الله. നമ്മുടെ പരിപാടിക്ക് ഭീമമായ ചെലവുണ്ട്. അപ്പോൾ കുറച്ച് തേങ്കുപ്പി സദസ്സിൽ വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരു നല്ലൊരു സ്വതക്ക കൊടുത്തിട്ട് വാങ്ങിക്കണേ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഉപയോഗിക്കുന്ന തേനിൽ അള്ളാഹു ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബ്. ഒരു ഇൽമിന്റെ മജ്ലിസിലല്ലേ, ഇൻഷാ അല്ലാഹ് പറ്റുന്ന സഹായം ചെയ്ത് സ്വീകരിക്കണേ. ഇൻഷാ അല്ലാഹ്. അത് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞ് ഓരോ കുപ്പി പറയാൻ നിന്നാൽ 1 മണിക്കൂർ അങ്ങനെ പോകും. അപ്പോൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളത് വാങ്ങിച്ചേക്കണേ. ഇൻഷാ അല്ലാഹ്. നിങ്ങളെന്താ ഇൻഷാ അല്ലാഹ് പറയാത്തത്? ഇൻഷാ അല്ലാഹ്. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്ന് ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അല്ലാഹു പറയാം, ഇന്ന് ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ സമ്പൂർണ്ണമാക്കി തന്നു. എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാം നിങ്ങൾക്ക് ജീവിക്കാനുള്ള മതമായി ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്ന ഒരു ആയത്ത്. ഇസ്ലാം പൂർത്തിയായി നിങ്ങൾക്ക് ഞാൻ എന്റെ പൊരുത്തത്തോടുകൂടെയാ ദീൻ തന്നിരിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാം മുതൽ തുടങ്ങിയതാണ്. മൂസ നബിയിലൂടെ, ഈസ നബിയിലൂടെ, ഇബ്രാഹിം നബിയിലൂടെ, അയ്യൂബ് നബിയിലൂടെ, ശുഐബ് നബിയിലൂടെ അത് പൂർത്തിയായിരിക്കുകയാണ്. പൂർത്തിയായതൊക്കെ പറയുമ്പോൾ ഭയങ്കരമായ ആവേശം കാണണ്ടേ, സന്തോഷിക്കണ്ടേ? ഞങ്ങൾ ജൂതന്മാർക്കെങ്ങാനും ആയത്തിറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങളത് ഇറങ്ങിയ ദിവസം പെരുന്നാളായി കൊണ്ടാടും. ആര് പറഞ്ഞു? ഒരു ജൂതൻ. ആരോട്? ഉമർ റളിയല്ലാഹു അൻഹുവിനോട്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലഅലമുൽ യൗമല്ലദീ നസലത് ഫീഹി. കേൾക്കണോ? ആയത്തിറങ്ങിയ ദിവസം എനിക്കറിയാം, സമയം എനിക്കറിയാം, മാസവും ദിവസവും എനിക്കറിയാം. ഞങ്ങൾക്കതൊക്കെ ഓർമ്മയുണ്ട്. അതൊരു അറഫ ദിവസത്തിലായിരുന്നു, ഹജ്ജുൽ അക്ബറിന്റെ ദിവസത്തിലാണ്. അതൊരു വെള്ളിയാഴ്ച ദിവസമാണ്. അറഫയിൽ പുണ്യ നബിയുടെ ഖസ്വ എന്ന ഒട്ടകത്തിന്റെ പുറത്ത് അല്ലാഹുവിന്റെ റസൂൽ നിന്നിട്ട് സ്വഹാബികൾക്ക് അന്ത്യപ്രഭാഷണം നടത്തുകയാണ്. അവസാനത്തെ വിടവാങ്ങൽ പ്രഭാഷണം നടത്തുകയാണ്. ഇനി ഒരിക്കലും നിങ്ങളെ ഞാൻ കണ്ടിരിക്കണം എന്നില്ല, ഞാൻ ഒരു പക്ഷേ ഇനി നിങ്ങളെ കണ്ടില്ല എന്ന് വരും. അതുകൊണ്ട് ഇസ്മഊനി, എന്നെ കേൾക്കണേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടത്തിയ അവസാനത്തെ വിടവാങ്ങൽ പ്രഭാഷണമാണത്.
ഇസ്മഊനി, നിങ്ങൾ എന്നെ കേൾക്കണമേ. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മഖാമി ഹാദാ, ഈ കൊല്ലം കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഇതേ സ്ഥലത്ത് വെച്ച് നിങ്ങളെ എനിക്ക് കണ്ടുമുട്ടാൻ കഴിയണമെന്നില്ല. ഇസ്ലാം പരിപൂർണമായിരിക്കുകയാണ്. കാരണം സ്വഹാബിമാർ നബിയോടൊപ്പം ഉംറ ചെയ്തിട്ടുണ്ട്, തങ്ങളോടൊപ്പം റമളാൻ നോമ്പെടുത്തിട്ടുണ്ട്, തങ്ങളോടൊപ്പം നിസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് ഗസ്വകളിൽ യുദ്ധങ്ങളിൽ സംബന്ധിച്ചിട്ടുണ്ട്. ഹുദൈബിയ സന്ധിയിൽ സ്വഹാബിമാർ കൂടെയുണ്ട്. പക്ഷെ അവരാരും ഇസ്ലാമിലെ അവസാനത്തെ കർമ്മമായ ഹജ്ജ് നിർവഹിച്ചിരുന്നില്ല. ആ ഹജ്ജാണ് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇസ്ലാം പൂർണ്ണമായിരിക്കുകയാണ്. ഹജ്ജും സ്വഹാബിമാരും നിബിതങ്ങളും നിർവഹിച്ചു കഴിഞ്ഞു. ആ ഹജ്ജിന്റെ സമയത്താണ് ആയത്തിറങ്ങുന്നത്. നിബിതങ്ങൾ എന്ന ഖസ്വ എന്ന ഒട്ടകപ്പുറത്താണ്, അറഫയിലെ ജബലുർ റഹ്മയിലാണ് നിബിതങ്ങൾ നിൽക്കുന്നത്. അവിടുന്ന് 1,23,000 വരുന്ന സ്വഹാബിമാരോടാണ് തങ്ങൾ അഭിസംബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ആയത്തിറങ്ങിയത്. ആ നേരം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, അത് ഞങ്ങളുടെ പെരുന്നാൾ ദിവസമായിരുന്നു, അത് വെള്ളിയാഴ്ചയായിരുന്നു അറഫ അന്ന്, അത് ഹജ്ജുൽ അക്ബർ ആയിരുന്നുവെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ആ സമയം മഹാനായ നിബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തോതി കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ അടുത്തിരുന്ന് കരയുന്നുണ്ട്. വല്ലാത്ത കരച്ചിൽ. സന്തോഷമല്ലേ സ്വഹാബികൾക്ക്? ഇസ്ലാം പൂർത്തിയായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇസ്ലാം സമ്പൂർണമായിരിക്കുന്നു, ദീനിത കംപ്ലീറ്റ് ആയിരിക്കുന്നു, എന്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇത് പറയുമ്പോൾ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരയുമ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മാ യുബ്കീക്, ഉമറേ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്തിനാ ഇപ്പൊ കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, യാ റസൂലല്ലാഹ് അബ്ഖാനി, എന്നെ കരയിപ്പിക്കുന്ന വിഷയം, അന്നാ കുന്നാ ഫീ സിയാദത്തിൻ മിൻ ദീനിനാ, നമ്മൾ ഇസ്ലാമിൽ ദീനിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ചെയ്യാത്ത ഹജ്ജ് നമ്മൾ ചെയ്തു, ഒരുപാട് ഹബീബിന്റെ കൂടെ ഞങ്ങൾ യാത്രകൾ ചെയ്തു, ഒരുപാട് യുദ്ധങ്ങളും പ്രതിസന്ധികളും ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി, ഒരുപാട് ഹബീബിന്റെ പിറകിൽ നിന്ന് നിസ്കരിച്ചു. സുന്നത്തും ജനാസയും ഇസ്തിസ്ഖാവും സൂര്യഗ്രഹണ നിസ്കാരവും ചന്ദ്രഗ്രഹണ നിസ്കാരവും എല്ലാം എന്തൊക്കെ നിസ്കരിച്ചു നബിയെ. ദീനിൽ ഞങ്ങൾ വർദ്ധിക്കുകയായിരുന്നു. അന്നാ കുന്നാ ഫീ സിയാദത്തിൻ മിൻ ദീനിനാ, ഞാൻ പേടിക്കുകയാണ് നബിയെ. ഫഅമ്മാ ഇദാ ഉക്മിൽ, ഇസ്ലാം പരിപൂർണമാവുകയാണെങ്കിൽ, പരിപൂർണമായാൽ ഒരു വിഷയത്തിന്റെ കാര്യം പൂർത്തിയായി കഴിഞ്ഞാൽ, ഫഇന്നഹു ലം യക്മുൽ ശൈഉൻ ഇല്ലാ നഖസ്, ഏത് കാര്യവും പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ തകർച്ച വരും, അതിന് നഷ്ടം വരും, അതിന് പിന്നെ എന്തെങ്കിലും അപകടം വരും. വളരുന്നത് അങ്ങനെ വളർന്നു പോകും. വളർച്ച പൂർത്തിയായി കഴിഞ്ഞാൽ അതിനൊരു തളർച്ച വരുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ഫറൂഖ് തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, സ്വദഖ്ത, സത്യമാണ്. 63 നിൽക്കുന്ന പുണ്യനബി അവരോട് യാത്ര പറയുമെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വായിച്ചെടുക്കുകയാണ്. ഇസ്ലാം പൂർത്തിയായി.